സ്വർഗാരോഹണ തിരുനാളിനോടനുബന്ധിച്ച് ഒലിവുമലയിലെ ചാപ്പലിൽ പ്രാർത്ഥന മുടക്കാതെ ക്രൈസ്തവർ. ജെറൂസലമിലെ ക്രൈസ്തവർ സ്വർഗാരോഹണ തിരുനാളിന് പതിവ് തെറ്റിക്കാതെ ഒലിവുമലയുടെ മുകളിലെ ചാപ്പലിൽ പ്രാർത്ഥന നടത്തി. നിലവിൽ മുസ്ലിം നിയന്ത്രണത്തിലുള്ള അസെൻഷൻ ചാപ്പലിൽ ആരാധനക്രമം കൊണ്ടാടുവാൻ ക്രൈസ്തവർക്ക് അവകാശമുള്ള വർഷത്തിലെ ഒരേയൊരു ദിവസമാണ് സ്വർഗാരോഹണ തിരുനാളെന്ന് കാത്തലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ജെറൂസലമിൽ ക്രിസ്ത്യൻ തീർത്ഥാടകരുടെ ബസ്സുകൾ കാണുന്നത് അപൂർവമാണ്. സ്വർഗാരോഹണ തിരുനാളിനായി നസ്രത്തിൽ നിന്നും ഗലീലയിൽ നിന്നും അതിരാവിലെ തന്നെ നിരവധി ബസ്സുകൾ എത്തിയിരുന്നുവെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് കാണുന്ന അഷ്ടഭുജാകൃതിയിലുള്ള ചാപ്പൽ കുരിശുയുദ്ധ കാലഘട്ടത്തിലെ പള്ളിയുടെ അവശേഷിപ്പാണ്. ആദ്യത്തെ പള്ളി 4-ാം നൂറ്റാണ്ടിലേതാണ്. സ്വർഗാരോഹണത്തിന് മുമ്പുള്ള യേശുവിന്റെ അവസാനത്തെ ഭൗമിക കാൽപ്പാട് പതിഞ്ഞതായി വിശ്വസിക്കപ്പെടുന്ന ഒരു പാറ ഇവിടെ ആദരിക്കപ്പെടുന്നുണ്ട്. മെയ് 8 ബുധനാഴ്ച വൈകിട്ട് പ്രാദേശിക ക്രൈസ്തവർ ഇവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. ജെറൂസലമിലെ ലാറ്റിൻ ഇടവകയിൽ നിന്നുള്ള വലിയ കൂട്ടം വിശ്വാസികൾ ഇവിടെ സന്നിഹിതരായിരുന്നു. 1188 ജെറൂസലം കീഴടക്കിയതോടെ സലാഹുദ്ദീൻ ഒലിവുമല 2 മുസ്ലിം കുടുംബങ്ങൾക്ക് നൽകുകയും അതിനെ ഒരു ഇസ്ലാമിക അടിത്തറയാക്കി മാറ്റുകയും ചെയ്തു. പള്ളിയുടെ സെൻട്രൽ ചാപ്പൽ ഒരു മസ്ജിദായി മാറിയെങ്കിലും ഇന്നത് ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നില്ല. അസെൻഷൻ ചാപ്പൽ വർഷം മുഴുവനും സന്ദർശകർക്കും തീർത്ഥാടകർക്കും വേണ്ടി തുറന്നിട്ടിട്ടുണ്ടെങ്കിലും സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ മാത്രമാണ് വിശുദ്ധ കുർബാനയും മറ്റ് പ്രാർത്ഥനകളും നടത്താൻ അനുമതിയുള്ളൂ.